ഹലോ. അപ്പം നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് രാത്രി തുടങ്ങാൻ ഇപ്പോൾ കറക്റ്റ് 12 മണിയായപ്പോൾ അവിടെ ചേച്ചി ഇന്ന് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി അമ്മച്ചിയൊക്കെ അവിടെ റെഡിയായിട്ട് നിൽക്കുക, ലാപ്ടോപ്പൊക്കെ സെറ്റ് ചെയ്ത് റൂമിൽ സിനിമ കാണാൻ വേണ്ടി 4 പേര് ഒരു മുറിയിൽ തന്നെ കിടക്കുന്നത്. അതൊരു അടിപൊളി രാത്രിയായിരുന്നു കേട്ടോ. നല്ല എ സിയുടെ ആ ഒരു കൂളിങ്ങും പുതപ്പിൻ്റെ ആ ഒരു ചൂടും ലാപ്ടോപ്പിൽ ഫേവറേറ്റ് മൂവിയിലൊന്നായ കല്യാണരാമനൊക്കെ ഇട്ട്. പക്ഷെ പപ്പ മാത്രം താഴെ കിടക്കേണ്ടിയിരുന്നു. ഞാൻ ബെഡിൽ 3 പേർക്ക് കിടക്കാനേ സ്ഥലമുള്ളൂ. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ ഗുഡ് മോർണിംഗ്. കിടന്ന ഡ്രസ്സല്ല എണീറ്റപ്പോൾ കാര്യം രാവിലെ വരെ കുളിക്കണമെന്ന് ഓർത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ മൊത്തം എണ്ണയൊക്കെ തേച്ചൊരു കുളിയുണ്ട്. അത് ഇന്ന് തന്നെ അങ്ങ് ആവാന്ന് പറഞ്ഞപ്പോൾ മറ്റേത് ഫുൾ കൈയുള്ള ഷർട്ടായിരുന്നല്ലോ ഇട്ടത്, അതാണ് ഇത് ഇട്ടത്. അപ്പൊ ഈ പെട്ടി കണ്ടപ്പോഴൊരു കാര്യം ഓർത്ത്, ഈ പെട്ടിയിൽ പൂച്ചക്കൂടാണ്ട. നമ്മുടെ ഇവിടെ ഒരു പൂച്ചയുണ്ട്. അപ്പൊ അതിങ്ങനെ പ്രസവിക്കുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് ചത്തു പോണു. എന്നാൽ പിന്നെ അതിന് എല്ലാവരെയും നമുക്ക് രക്ഷിക്കാൻ പറ്റില്ലെങ്കിലും ഒരെണ്ണം മാത്രം ഇത്തിരി ആരോഗ്യത്തോടെ ഇരിപ്പുണ്ട്. അത് അതിനൊന്ന് നോക്കിയേക്കാന്ന് ഓർത്ത് ആമസോണിൽ നിന്ന് പൂച്ചക്കൂട് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നതാ. ഈ കൂട് ഇവിടെ എത്തണതിന്റെ തലേ ദിവസം തന്നെ പൂച്ചക്കുഞ്ഞ് ചത്തുപോയെന്ന്. അപ്പൊ ഇതിപ്പോ അതിന്റെ സ്മരണയ്ക്ക് വേണ്ടിട്ട് ഇരിക്കുന്നത് അല്ലേ കേട്ടാ. ഇപ്പൊ എന്തിനാ മഞ്ഞപ്പിച്ചാൽ അങ്ങനെ തിരിച്ചത് പറഞ്ഞു. ഇപ്പൊ എന്തിനാ ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, പെട്ടെന്ന് കണ്ടപ്പോ പറഞ്ഞു. സൺഡേസ് പൊതുവെ പപ്പയും അമ്മയും ഏറ്റവും രാവിലത്തെ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ചേച്ചിയുടെ കല്യാണ ശേഷം ഞാൻ ഒറ്റയ്ക്കാവണ്ടല്ലോ എന്ന് ഓർത്ത് അമ്മച്ചി എൻ്റെ കൂടെ വൈകുന്നേരം കുർബാനയ്ക്ക് വരാൻ തുടങ്ങി. കാരണം രാവിലെ എണീക്കുന്നത് ഞാനിപ്പോൾ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അമ്മ എനിക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചേക്കാട്ടെ. അപ്പം അമ്മ എന്ന് വെച്ചാൽ രാവിലെ എണീറ്റിട്ട് എല്ലാ പണിയും ടപ്പേന്ന് പറഞ്ഞ് ചെയ്ത് തീർക്കും. പിന്നെ ഒരു ബൈബിൾ വായനയും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിപ്പോൾ ഒരു പുതിയ ശീലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നേരം ഇരുന്ന് യൂട്യൂബിലെ ഷോർട്സ് ഇങ്ങനെ കാണുക. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഫുഡാണ് പുട്ടും ഉപ്പുമാവൊക്കെ. പിന്നെ വിശപ്പോട്ട് കഴിക്കാതെ ഫിലോമിന പറഞ്ഞാൽ അതുപോലും ഇല്ല, വിശപ്പില്ല. ഇനി ഇതിന്റെ പേരിൽ ഈ വീഡിയോ കാണണമെന്നല്ല, ഇനി ഇവിടെ വലിയ തല്ലും ബഹളമൊക്കെ തുടങ്ങും. ഫുഡ് ഇവിടെ കഴിക്കൂലെന്ന് ഞാൻ കഴിപ്പിക്കാൻ വേണ്ടി അമ്പ്. അങ്ങനെ നമ്മളൊരു 1-2 മണിക്കൂറോളം അങ്ങനെ പോകും. പിന്നെ വിളിച്ചിട്ടുണ്ട് എന്നിട്ടാണോ പുല്ല് ഇരിക്കുന്നത്. അമ്മ എപ്പോഴും പറയുന്ന ഡയലോഗാണ്, ഭക്ഷണം വെച്ചെൻ്റെ ഇരിപ്പ് കണ്ട് ഒരൊറ്റ കുത്ത് ചേരാൻ തോന്നുന്നു. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടത്. തേങ്ങയൊക്കെ കാണിക്കാൻ പറഞ്ഞ തേങ്ങയൊക്കെ ഉണ്ടല്ലോ, പക്ഷെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ബട്ടറുണ്ട്, പിന്നെ കപ്പ. ഞായറാഴ്ചല്ലേ, ഇറച്ചിയും കപ്പയൊക്കെ ഉണ്ട്. എന്തൊക്കെ ഇരിക്കണേ. രാവിലെ ഞാൻ കഴിക്കില്ല, രാവിലെ നോൺ വെജ് കഴിക്കുന്നത്. ആളിവിടെ ഇരിക്കണത് ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാ. കുറച്ച് കഴിയുമ്പോ ആ 2 കൈകൾ ഈ പാത്രത്തിലേക്ക് വരും. നോക്കിയിരിക്കണം, ആ ടി വി ഇരുന്ന് കാണുന്നത്. അവിടെ ടി വി. അയ്യോ ചേട്ടന്മാരെ, ഭയങ്കര തമാശ പറഞ്ഞൊരു സംഭവമുണ്ട്. അമ്മച്ചിനെ എവിടെ കൊണ്ടിരുത്തിയാലും ഉണ്ടല്ലോ, അമ്മച്ചിയുടെ ഞാൻ എവിടെ ഇരിക്കണോ ആ ഡയറക്ഷനിലേക്ക് അമ്മച്ചിയുടെ കണ്ണുണ്ടാവും. അയ്യോ, ഇപ്പൊ ടി വി ഇവിടെ ഇരിക്കും. ഞങ്ങളൊരു കൂട്ടം കൂടി ഒരു വട്ടമേശ സമ്മേളനം പോലെ ഇരിക്കാന്ന് ഓർത്ത് ഞാൻ എവിടെ ഇരിക്കും ആ ഡയറക്ഷനിലേക്ക് അമ്മച്ചിയുടെ ബോഡിയും കണ്ണും തിരിയും. ഭയങ്കര ശല്യമാണ്. OLX ഇത് വിൽക്കാൻ പ്ലാൻ ഉണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോട്ടാ. ആർക്കും വേണ്ടി വരില്ല, ലാസ്റ്റ് ഞാൻ തന്നെ റിട്ടേൺ എടുക്കേണ്ടി വരും എന്തായാലും. രാവിലെ അപ്പോൾ ടി വി വെച്ച സിനിമ കാണുന്നത് ശീലമില്ല. പക്ഷെ എന്തെങ്കിലും കാണിച്ചാണെങ്കിലും എൻ്റെ പണ്ട് പിള്ളേരെ കോക്കാച്ചി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാൽ സിനിമ കാണിച്ചാൽ ഞാൻ തിന്നുമെന്ന് പറഞ്ഞ കാലം ടി വി വെച്ച് സന്ദേഹനാണ്. ഇഞ്ചിക്കാടൻ മത്തായി ആൻഡ് സൺസ് എന്നുള്ള സിനിമയായിട്ടോ നമ്മൾ കാണുന്നത്. കഷ്ടപ്പെട്ട ഞാൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. 1 മണിക്കൂറിലെ യുദ്ധത്തിന് ശേഷം ഇത്രയേ തീറ്റിക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ആൾ പറഞ്ഞാൽ ചക്ക എടുത്ത് തിന്നെന്ന് പറഞ്ഞു. ഇതൊന്നും തിന്നാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, ചുമ്മാ കൈ പിടിക്കുമ്പോൾ അമ്മച്ചിക്ക് സന്തോഷമാണെങ്കിൽ ആവട്ടെ എന്ന് ഓർത്താൽ. പിന്നെ അത് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ബാക്കി പുട്ട് ചെയ്ത് അമ്മച്ചിയും കഴിച്ചു. ആളും ഫുഡ് കഴിക്കൽ കുറവാണ് കേട്ടോ. സാധാരണ വീട്ടിൽ എടുക്കുന്ന ഒരു വെളിച്ചെണ്ണ കണ്ടിടാറ്, ഇപ്രാവശ്യം പാരച്ചൂട്ട് ഇടാന്ന് പറഞ്ഞു. പിന്നെ ഒരു ഓയിൽ ഉണ്ടല്ലോ അമ്മ, എന്താ നാൽപ്പാമരാതിയാ? അതല്ലല്ലേ, വേറെ എന്തോ സാധനം ഞാനൊരിടയ്ക്ക് ഇടുമായിരുന്നു. ഒരു പച്ച കളറിലെ വെളിച്ചെണ്ണ, സാന്ദ്രത്തിലാ മേക്കപ്പ് മുരുകൻ ചേട്ടൻ പറഞ്ഞിട്ട്. അങ്ങനെ എന്തോ ഒരു ഓയിൽ ഉണ്ട്. അത് ആയുർവേദ കടകളിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളവരാണ്, മുരിച്ചിലുണ്ട്, ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ കേട്ടേക്കുന്നത്. ഞാൻ എന്തായാലും ആ ഒരു സാന്ദ്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടൈമിൽ ചെയ്യുമായിരുന്നു. നിങ്ങൾക്കൊരു കാര്യം, ഇനി എനിക്ക് ഇടുന്ന അനങ്ങാൻ പറ്റില്ല. ആ നിൽക്കണ ക്യാമറക്കാരി കണ്ട പാവമൊന്നുമല്ല. ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് അവിടെ വെളിച്ചെണ്ണേക്ക് ഇവിടെ വെളിച്ചെണ്ണേക്ക് അവിടെ നനങ്ങരുത്, ഇവിടെ നിൽക്കരുത്, അവിടെ കിടക്കരുത്, പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഒരു 4 റൂൾസ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ ഇട്ടിട്ട് കട്ടിലുമേക്ക് ഇന്ന് ആരെങ്കിലും കണ്ടിടോ. വീഡിയോക്ക് ഇച്ചിരി ഭംഗി വരാനും പുറത്ത് ആൾക്കാരുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചേക്കണേ. നിങ്ങള് വിചാരിക്കുന്ന ഒരു ജീവിതമല്ല എനിക്ക് ഇവിടെ. അയ്യോ എന്റെ മോള് പാവം. ഒരു സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമൊക്കെ കൂടുതൽ പോയി.
ഇങ്ങനെ ആരും സമ്മതിക്കില്ല. കാരണം ഉറുമ്പ് വരില്ല മോനെ ബെഡുമ്മൊക്കെ ഇരിക്കുമ്പോഴേക്കും. പപ്പ കാണണ്ട. അപ്പൊ ഒരു കുഴപ്പമില്ല മറ്റേ പ്രശ്നം. അപ്പൊ സാധാരണ നമ്മൾ പുറത്തിരുന്നാണ്ട് ഈ വെളിച്ചെണ്ണ പോലുള്ള കാര്യങ്ങളൊക്കെ ഇടാറ് നിറച്ചും പണിക്കാർ ഒരു രക്ഷയില്ലാതെ ഒട്ടും പ്രൈവസി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അകത്ത് വന്നിരുന്ന് വെളിച്ചെണ്ണ ഇടുന്നതായിട്ട് വന്നത്. അപ്പൊ ചേച്ചീനെ ഇപ്പൊ ഇവിടെ ഒന്നും കാണാത്തന്നെ ചാളും നേരിലാണ്. ഞായറാഴ്ച ഒരൊറ്റ ദിവസം മാത്രമേ ആക്കിപ്പോ ഫ്രീ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും ജോലിയും കാര്യങ്ങളാണല്ലോ. സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഈ 2 ദിവസവും ഞാൻ ചേച്ചിന്റെ വീഡിയോയിലേക്ക് വരുമെന്ന് ചേച്ചി പറയും ഈ 2 ദിവസം എനിക്കുള്ള എന്നൊന്ന് വെറുതെ വിടും മോളേന്ന് പറയാം. ആക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല വീഡിയോ എടുക്കണമെന്നും ഈ വക കാര്യങ്ങളിലൊന്നും. ഞാൻ അത്രയും നിർബന്ധിച്ചിട്ടാണ് ചേച്ചി വന്നത് പോലും. എന്നാൽ പിന്നെ ഇന്ന് അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് ഓർത്താണ് ഞാനങ്ങ് വെറുതെ വിട്ടേക്കാണെന്നൊക്കെ. അപ്പൊ എനിക്കിപ്പോൾ വെളിച്ചെണ്ണ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേ കുറച്ചാൾ മുമ്പ് ഒരു അമ്മച്ചിക്ക് ഒരു പരിപാടി ഉണ്ട്. വെളിച്ചെണ്ണ കുപ്പി തുറന്നു കഴിഞ്ഞാൽ ഒരു ലോഡ് വെളിച്ചെണ്ണ ആദ്യം തലയിലേക്ക് ഒഴിക്കും. ഇത്തിരി ഒഴിക്കുള്ളൂ, ഇത്തിരി ഇടുള്ളൂ തുറന്നിട്ട് തല മൊത്തം വെളിച്ചെണ്ണ കുളിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ആള് പിന്നെ മുഖം പിടിക്കണേ. മുഖത്ത് കോരിയിടും വെളിച്ചെണ്ണ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണത് മുഖം നല്ല തിളങ്ങിയിരിക്കും മോനെ എന്നൊക്കെ പറഞ്ഞ് മൂക്കൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ചെവിയൊക്കെ ഷേപ്പ് ചെയ്ത് കുഞ്ഞു പിള്ളേരെ ചെയ്തൊക്കെ തരും. ഇപ്പൊ ആണ്ടാ നമ്പറുകളൊന്നും നടക്കണില്ല. തലയിൽ നടക്കണുണ്ട്. കാര്യം മുടി വളരാനും ശരിക്കും പറഞ്ഞാൽ എണ്ണിട്ട് അങ്ങനെ മുടി വളരില്ല എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞാൽ അമ്മമാരങ്ങനെയൊക്കെ സമ്മതിച്ചു തരില്ലല്ലോ. അപ്പൊ പറയും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനാ, ചൂടായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും താരം വരും എന്നൊക്കെ പറഞ്ഞ് അത് ചെയ്യിപ്പിക്കും. മുഖത്തിന് ആള് പറഞ്ഞിട്ടിരുന്നത് തിളക്കം എന്നായിരുന്നു. അതിപ്പോ നടക്കൂല. കാരണം അതിനൊരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ബി ഞാനിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എന്താ സംഭവം എന്ന് ഞാൻ കുളികയിൽ വന്നിട്ട് പള്ളിയിൽ പോണതിന് മുമ്പായിട്ട് ഇട്ട് കാണിച്ചു തരാട്ടോ. ഇപ്പൊ ക്യാമറ വരട്ടിരിക്കുന്നത്. അപ്പൊ ഇതെന്തായാലും എണ്ണ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ 1 മണിക്കൂറോളം ഞാനിങ്ങനെ വെക്കും. അപ്പൊ ആ ടൈമിലിടെ നമുക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ട്. നമുക്ക് വോയിസ് ഓവർ, എഡിറ്റിങ് അങ്ങനത്തെ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് അപ്പൊ ഉച്ചയാവും. അതിന് നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പൊ അതൊക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാട്ടോ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാൻ ബി, നമ്മുടെ ഫേസിന് തിളക്കാൻ വരാനായിട്ട് പള്ളിയിൽ പോണതിന് മുമ്പായിട്ട് ഞാൻ ഇട്ട് കാണിക്കട്ടെ. അങ്ങനെ പള്ളിയിൽ പോണ ടൈമായപ്പോൾ ചേട്ടൻ എത്തിയേക്കാണ്. ഒട്ടും സമയമില്ലാത്ത സമയങ്ങളിൽ ഒഴിവാക്കാത്ത ഏറ്റവും മെയിൻ കാര്യമാണ് സൺസ്ക്രീൻ. എപ്പോൾ പുറത്തിറങ്ങിയാലും 2 കാര്യം ഞാൻ ഒട്ടും സ്കിപ്പ് ചെയ്യില്ല. ഒന്ന് സൺസ്ക്രീൻ, പിന്നെ ഒന്ന് ലിപ്സ്റ്റിക്ക്. നമ്മുടെ ഫേസസ് കാൻഡയുടെ കോംഫി മാറ്റ് വെൽവെറ്റ് ടച്ച് ലിപ്സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. ഞാൻ ഉൾപ്പെടെ പലരും പല ടൈമിൽ ഫേസ് ചെയ്തേക്കുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേ ഇങ്ങനെ ക്രാക്കായിട്ടൊക്കെ ഇരിക്കുക, പൊളിഞ്ഞിരിക്കുന്നവരോ ഒന്ന് ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കുക. അങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെ ആയിരിക്കും. കാര്യം ലിപ്സ്റ്റിക്ക് നമുക്ക് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ തരും. 8 മണിക്കൂറോളം നീണ്ടു നിൽക്കാനും സഹായിക്കും കേട്ടോ. അതേപോലെ തന്നെ ചുണ്ടിൻ്റെ കളർ അനുസരിച്ചായിരിക്കും ഓരോ ഷെയ്ഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നത് കേട്ടോ. പലരുടെയും ലിപ്സിൻ്റെ കളർ വേറെ ആകുമ്പോൾ ലിപ് കളറിൻ്റെ ഔട്ടും വേറെ ആയിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പണിയുണ്ടോയെന്ന് അറിയില്ല. ഇതിൻ്റെ ഈ ബുള്ളറ്റ് ഫോം ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ ടിപ്പ് കൊണ്ട് ഞാൻ ലിപ് ലൈനറും ഇത് വെച്ച് തന്നെ സെറ്റാക്കി. ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നത് കണ്ടോ കേട്ടോ. നമ്മൾ പള്ളിയിലൊക്കെ പോയി 1-2 സ്ഥലത്തൊക്കെ പോയിട്ട് വരുള്ളൂ. ഓൾമോസ്റ്റ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ എൻ്റെ അനുഭവത്തിൽ കട്ടിയായിട്ടുള്ള ഹെവി ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുറച്ചൊന്നും ഇങ്ങനെ ഇതാ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഈസി ടു ക്യാരി ആണ്. നമുക്കൊരു ചെറിയ ഫോർമാറ്റ് ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ട്. അപ്പം മുഖത്ത് വെളിച്ചെണ്ണ പകരം തിളക്കം കിട്ടാൻ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ബി ഉണ്ടെന്ന് പറഞ്ഞത് ഈ മുതലാണ്. പള്ളിയിലാണെങ്കിൽ ഞാൻ ഇതൊന്നും ഇടൂല കേട്ടോ. ഇത് നമുക്ക് പള്ളി കഴിഞ്ഞിട്ട് പിന്നെ 1-2 സ്ഥലത്തൊക്കെ പോകാനുള്ളതുകൊണ്ടാണ് സ്ട്രോക്ക് ക്രീമും കൂടി ഫേസസ് കാൻഡേഡ് തന്നെ ഇടാന്ന് ഓർത്തെ. ഇതാകുമ്പോൾ ഒരു നല്ലൊരു തിളക്കം കിട്ടുക. ഒരുപാട് മേക്കപ്പ് ഇട്ട പോലെ ഒന്നും തോന്നിയില്ല. അന്നൊരു നാച്ചുറലായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തിളങ്ങിയിരിക്കണവരെ തോന്നുകയും ചെയ്യും. തിളക്കം ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു അടിപൊളി ഒരു സാധനമുണ്ട്. കാര്യം അപ്പം നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ ഇട്ട് ഒരു നാച്ചുറൽ തിളക്കവും കിട്ടും. എന്നാൽ മേക്കപ്പ് ഇട്ട് ഭയങ്കര അങ്ങനത്തെ ഒരു ലുക്കും കിട്ടൂല. അപ്പം തിളക്കം ആഗ്രഹിക്കുന്നവർ ഈ പ്രൊഡക്റ്റ് നോക്കി വെച്ചോ. ഫേസസ് കാൻഡയുടെ സ്ട്രോക്ക് ക്രീം. ഞാൻ ഇവിടെയൊക്കെ ഉണ്ട്, മൂക്കിൻ്റെ ഇവിടെ ഒരു കുത്ത് ഇവിടെ. ഫൗണ്ടേഷനൊക്കെ ഇടുന്നവരാണെങ്കിൽ ആദ്യം ജസ്റ്റ് നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ആദ്യം അപ്ലൈ ചെയ്യുക. അതിനുശേഷം പിന്നെ സൺസ്ക്രീൻ്റെ ഒപ്പം ഫൗണ്ടേഷൻ്റെ ഒപ്പം പിന്നെയും വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടിടുക. അത് കഴിഞ്ഞ് അത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെയും ഒന്നും കൂടി ഇടുക. അത് എത്രത്തോളം തിളക്കം ആഗ്രഹമുണ്ടോ അത്രത്തോളം ഇത് ഓരോ സ്റ്റെപ്പിൽ ഇടുന്നത് നല്ലതായിരിക്കും. അവിടെ മിറർ എനിക്കത് മര്യാദയ്ക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഫോൺ പിടിച്ച് നോക്കുന്നത്. പിന്നെ ഇതിൽ ഷിയ ബട്ടറും ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു ഡീപ്പ് ഹൈഡ്രേഷനായിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിലൊരു സ്മൂത്ത്നെസ്സും ഇത് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നെറ്റ് നിറച്ചും കൊതുക് അടിച്ചതിൻ്റെ പാടുണ്ട്. എനിക്കൊരൊറ്റ കൊതുക് കുത്തിയാൽ മതി, പെട്ടെന്ന് അലർജിയാണ്. അതിൻ്റെ മേളിൽ ജസ്റ്റ് ഒരു ഇത് ഇപ്പോൾ ഈ അടുത്ത് തുടങ്ങിയൊരു ശീലം. ഇത് നമ്മുടെ ഫേസസ് കാൻഡയുടെ റോസ് പെറ്റൽസിൻ്റെ ലിപ് ബാം ആണ് കേട്ടോ. 12 hours മോയ്സ്ചറൈസറാണ്. SPF 15 അടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോർമൽ ലിപ്സിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു റെഡ് കളറായിരിക്കും, ലൈറ്റ് റെഡ് റോസിൻ്റെ കളറായിട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടതുകൊണ്ട് അതിൻ്റെ പക്കത്തേക്ക് ജസ്റ്റ് ആ ഒരു കളർ കോംബോ വരുമ്പോൾ എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ ഇട്ടെന്ന് മാത്രം. അപ്പോൾ ജസ്റ്റ് ഈ 2 പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ലിപ് ബാം ഞാൻ കൂട്ടിയിട്ടില്ല. ഈ 2 പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു മേക്കപ്പ് ലുക്ക് നമുക്ക് കിട്ടും, നാച്ചുറൽ മേക്കപ്പ് ലുക്ക്. സോ വേണ്ടവർക്ക് ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തേക്കാം.
പിന്നെ ചിലവർ ഹെയർ ടിപ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ മുടി കുഞ്ഞിലുണ്ടെങ്കിൽ ഉള്ളുള്ളതല്ല, പക്ഷെ നീട്ടുള്ള ടൈപ്പ്, പിന്നെ ഉള്ളു തോന്നിക്കുന്ന ടൈപ്പ് മുടിയാണ്. അപ്പോൾ ഉള്ളു തോന്നിക്കാനൊക്കെ എനിക്ക് മുട്ടയുടെ വെള്ളയും വെളിച്ചെണ്ണയൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മാസ്ക് ഇട്ട് ഒരു അരമണിക്കൂറൊക്കെ തേച്ച് കഴിയുക പെട്ടെന്നൊരു ഓളിയുള്ളവരെ തോന്നുള്ളൂ കേട്ടോ. അത് വരുന്നല്ല. പിന്നെ താളി നല്ലതാണ്. ഉള്ളിലേക്ക് പച്ചനെല്ലിക്കയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഹെൽത്ത് കുറച്ച് ഹെയർ കുറച്ച് തിക്കായിട്ടൊക്കെ വന്നാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പൊ അവിടെ ചേച്ചിയാണ് ഇന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആൾക്ക് അങ്ങനത്തെ ഷോർട്സ് ഒന്നും ആഡ് ചെയ്യണത് ഇഷ്ടമല്ലതൊക്കെ പറയണം, അതുകൊണ്ട് ആഡ് ചെയ്യാണ്ടിരിക്കണം. ഇതാണ് നമ്മുടെ സ്ഥിരം. എന്ത് മുടി കിട്ടി കിട്ടിയാൽ അവസാനം ഈ ഹെയർ സ്റ്റൈൽ ചെയ്ത് നിൽക്കുന്നത്. ചേച്ചിയുടെ കല്യാണമൊക്കെ ഇപ്പൊ പലരും പറഞ്ഞു ചേച്ചിയുടെ കല്യാണത്തിന് വെറൈറ്റി ഹെയർ സ്റ്റൈൽ പിടിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് വ്യത്യാസം ഉണ്ടായിരുന്നു. നടുക്ക് വെച്ചിട്ടാണ് എൻഗേജ്മെന്റിന്, അത് ഞാൻ സ്ഥിരം കെട്ടാറുള്ളത്. പിന്നെ മുടി പിന്നിട്ടിട്ടാണ് മറ്റേ കല്യാണത്തിന് ചെയ്ത്. അന്നേരം അതൊക്കെ എന്റെ സ്ഥിരം ഹെയർ സ്റ്റൈലാണ്. നമുക്ക് ഐലൈനർ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ അത് ഐലൈനറും കൊണ്ട് തന്നെ പൊട്ടും. ഇപ്പൊ എന്റെ സ്റ്റൈല് ഗോപി പൊട്ട, അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. സിമ്പിളായ സാമ്പിൾ. പ്രത്യേകിച്ച് ആകെ നമ്മൾ 4 ഐറ്റംസേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഐലൈനർ, ലിപ്സ്റ്റിക്ക്, പിന്നെ മറ്റേ ലിപ് ബാം ഞാൻ ജസ്റ്റ് ചുമ്മാ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് മാത്രം നമുക്ക് കൂട്ടിയാൽ മതി. ഐലൈനർ, ലിപ്സ്റ്റിക്ക്, സ്റ്റോപ്പ് ക്രീം, സൺസ്ക്രീൻ. നല്ല രീതിയിൽ ലാസ്റ്റും ചെയ്യും കേട്ടോ. കുറേ നേരം ഇങ്ങനെ തന്നെ നിൽക്കും. എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ. എനിക്ക് എന്തായാലും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു. വെളിച്ചത്ത് നിൽക്കുമ്പോൾ കാണാൻ പറ്റും കറക്റ്റ്. അപ്പോൾ പള്ളിയിലേക്ക് ഇറങ്ങുന്ന തിരക്കിലാണ്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അഴുക്കും സാധനങ്ങളും ഒക്കെ നിൽക്കുന്നത് വേറെ ഒന്നുമല്ല, പണി നടക്കാണ് കേട്ടോ. ഈ വർക്ക് ഏരിയയുടെ പണിയും അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൈഡിലൊക്കെ വീടുകൾ പുതിയതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്ലോട്ടിൽ. അപ്പോൾ മൊത്തം ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് അലമ്പായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ ഈ കഥ പറയുന്നത് ചേട്ടൻ്റെ ഷർട്ടും പാൻറ്റൊക്കെ നന്നായിട്ടുണ്ടെന്നുള്ള ടോക്കാണ്. ഞാൻ ദേ ഇവിടെ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഓടി ഫസ്റ്റ് കാറി ഇരിക്കുന്നുണ്ട്. വണ്ടി ഓടിക്കേണ്ട ആൾ പോലും എത്തിയിട്ടില്ല എന്നൊക്കെ. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ആദ്യം ഞാനും പപ്പയും അമ്മച്ചിയും കൂടി വൈകുന്നേരം 4:30 കുർബാനെങ്കിലും 4:15 ആകുമ്പോഴേക്കും പള്ളിയിൽ പോയിരിക്കും. വേറെ ഒന്നിനല്ല, അമ്മച്ചിക്ക് ഇപ്പോൾ മുട്ടത്ര വയ്യ. അപ്പോൾ അതുകൊണ്ട് ബെഞ്ചിലിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പോയിരിക്കുന്നതാണ്. ഇന്ന് പക്ഷേ കുറച്ച് ലേറ്റായി. ലേറ്റായി മീൻസ് 4:30 കുർബാനയ്ക്ക് 4:30 തന്നെയാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തറയിലിരിക്കേണ്ടി വന്നു. പാവം അമ്മച്ചി. അപ്പോൾ ചേച്ചിയും ചേട്ടനും സാധാരണ അവരുടെ ഇടവകയിലാണ് ഞായറാഴ്ച കുർബാന വിടാൻ പോകാറ്. ഇതിപ്പോൾ 2 ദിവസം അടുപ്പിച്ച് ചേച്ചി വീട്ടിൽ നിന്നുകൊണ്ട് വൈകുന്നേരം ഇപ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ പള്ളിയിൽ പോകാമെന്ന് ഓർത്തിയത്. ആക്ച്വലി നമ്മുടെ ഇടവകയല്ല, പാലാരിവട്ടമാണ് നമ്മുടെ ഇടവക പള്ളി, സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച്. പക്ഷേ ഈ പള്ളീനോട് എന്താണെന്നറിയില്ല, മനസ്സുകൊണ്ട് ഭയങ്കര സ്നേഹവും അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. നല്ല അച്ഛന്മാരും നല്ല ആൾക്കാരും എല്ലാം ഉണ്ട് ഇവിടുത്തെ. പിന്നെ സ്ഥലവും കാര്യങ്ങളൊന്നും പറയാത്തത്, അത് പറഞ്ഞ് കുറച്ച് പേര് നമ്മളിങ്ങനെ വീടൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതുള്ളത് കൊണ്ടാണ് കേട്ടോ കറക്റ്റ് പ്രോപ്പർ സ്ഥലമൊന്നും നമ്മളിപ്പോൾ ഷെയർ ചെയ്യാത്ത വീഡിയോസിലൊന്നും. അങ്ങനെ കുർബാനയിന് തിരിച്ചു വന്ന് അപ്പോൾ ബോഡി ഷേവിംഗ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ പാർട്ട് നമ്മൾ ഡബ് ചെയ്യിപ്പിക്കണുണ്ട്. ഞങ്ങളുടെയൊക്കെ മൈക്ക് വെച്ച് അന്ന് ഇവിടേക്ക് മൈക്ക് ഉണ്ടായില്ല ആ ടൈമിൽ. അപ്പോൾ അക്കയുടെ അമ്മച്ചിയുടെ ഡബ് ചെയ്യിപ്പിക്കണേ. അപ്പം അന്ന് ശരിക്കും കുർബാനയിന് നേരെ കുഞ്ഞു കുഞ്ഞു ഔട്ടിങ്ങിന് പോകാനാണ് പ്ലാൻ ഇട്ടിരുന്നത്. പെട്ടെന്ന് ഈ ഡബ് ചെയ്യാനുള്ള കാര്യം ഓർത്തപ്പോൾ വീട്ടിൽ വന്നത് ചെയ്ത് തീർത്തിട്ട് പോകാമെന്നുള്ള പ്ലാനിലെത്തി. ചുമ്മാ പറഞ്ഞാൽ മതി, ചുമ്മാ പറഞ്ഞോ. ഇതാണ് പെണ്ണ്. എടോ ഇതാണ് പെണ്ണ്. ഇതാണ് എനിക്ക് അറിയേണ്ട കാര്യം. നിങ്ങളുടെയൊക്കെ അമ്മമാർക്ക് ഇങ്ങനത്തെ ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ അമ്മച്ചിക്ക് എവിടെ ഇറങ്ങാൻ പോകുമ്പോഴും ഒരു 10 അടി കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാലും അമ്മച്ചി വീടും പരിസരം മൊത്തം അടിച്ചിട്ട് ഒന്നും കൂടി ഇറങ്ങുള്ളൂ. അത് കണ്ട് തല്ലു പിടിക്കാൻ പപ്പ തല്ലുപിടുത്തല്ല. എൻ്റെ മോനെ ആ ചൂലോടെ വെക്കുന്ന പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ ഓർമ്മ വെച്ചപ്പോൾ തുടങ്ങി കേൾക്കണ ടോക്കാണിത്. ഓരോ അമ്മമാർക്ക് ഓരോ ഹാബിറ്റാണല്ലോ. അപ്പോൾ നമ്മൾ വേഗം ഡബ്ബിങ് തീർത്തിട്ടാണ് കേട്ടോ ഷോയുടെ ടൈമായപ്പോൾ എത്തിയത് അങ്ങോട്ടേക്ക്. ഭയങ്കര ശല്യം, അമ്മേനെ കൊണ്ട് ഭയങ്കര ശല്യം. ഞാൻ എൻ്റെ ഭാര്യയുടെ മുട്ടങ്ങനെ കുടിച്ചുകൂടിയാണ്. കാണാൻ വേണ്ടി വന്നേക്കാണ്. ഏതാ പോലെ സിനിമയുടെ പേര്? തിയേറ്റർ നമ്മുടെ ഇടപ്പള്ളി വനിത. അപ്പോൾ സിനിമ കാണാന്നുള്ളത് ചേട്ടൻ്റെ പ്ലാൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഗെറ്റ് സെറ്റ് ബേബിക്ക് വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന്. പടത്തിൻ്റെ ഹാഫ് കണ്ടിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എങ്ങനെയുണ്ട് ഹാഫ് വരെ കണ്ടിട്ട്? നന്നായിട്ടുണ്ട്. ഇതാണ് മോനെ ഇന്ന് സമൂഹത്തിൽ നടക്കണ. പപ്പേ, പടത്തിന്റെ ഹാഫ് കണ്ടിട്ട് എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നല്ലതാണ്. അങ്ങനെ നമ്മുടെ
ഞങ്ങളുടെ ഫിലിം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്. കുഴിമന്തി കഴിക്കണമെങ്കിൽ ഞാൻ അൽറീമല മാത്രമേ കഴിക്കൂ. ഷവർമ്മ ആണെങ്കിൽ അൽത്തസേല മാത്രം. അങ്ങനെ ഓരോന്നിനും ഓരോ കടകളുണ്ട്. ആ കടയിൽ നിന്ന് അല്ലാണ്ട് വേറെ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ പരീക്ഷിക്കുക പോലുമില്ല. വേറെ ഫുഡ് ഐറ്റംസ് കഴിക്കുകയുമില്ല. കഴിക്കണ ഫുഡ് ഐറ്റംസ് പോലും ആ സ്ഥിരം കടയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. ഞാൻ ജസ്റ്റ് ട്രൈ പോലും ചെയ്ത് നോക്കില്ല. എനിക്ക് ഫുഡ് ട്രൈ ചെയ്യണത് ഒട്ടും ഇഷ്ടമില്ലാത്ത ക്യാരക്ടറാണ്. പലർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഫുഡ് ഇങ്ങനെ ട്രൈ ചെയ്യൽ. എനിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമല്ല. കഴിക്കണ സ്ഥിരം ടേസ്റ്റിലുള്ള സ്ഥിരം ഫുഡുകൾ തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അൽഡ്രീം ഹോട്ടലിൽ വന്നേക്കാണ്ട് കുഴിമന്തി കഴിക്കാൻ. ഫിലിം കണ്ട് അത്യാവശ്യം നല്ലൊരു പടം തന്നെയായിരുന്നു. ഉണ്ണിമോന്തനും നിഖില എല്ലാവരുടെ അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. റിപ്പീറ്റ് വാല്യൂ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ വൺ ടൈം വാച്ചിന് നല്ലത്. ഏറ്റവും കൂടുതൽ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നത് മേശയ്ക്ക് ചുറ്റിരിക്കുമ്പോഴാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണ സമയത്ത് അങ്ങനെ ടോക്ക് ചെയ്യരുതെന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോഴാണ് സംസാരിക്കുന്നത്. അൾഡ്രീമിലാണെങ്കിൽ നോർമൽ കുഴിമന്തിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടം അത് തന്നെ. അങ്ങനെ മനസ്സും വയറും എല്ലാം നിറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരാട്ടോ. നല്ലൊരു വൈകുന്നേരമായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസത്തെ താമസത്തിന് ശേഷം ചേച്ചി ഇറങ്ങാണ്. ടാറ്റ, നാളെ തന്നെ വരുമല്ലോ. അപ്പൊ ആക്ക് പോവാൻ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, 3-4 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ നിന്ന് പെട്ടെന്ന് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ. 10 മിനിറ്റുള്ളൂ ഇവിടുന്ന് വീട്ടിലേക്ക്. എല്ലാ ദിവസവും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരും. പക്ഷേ വൈകുന്നേരം വന്ന് അരമണിക്കൂർ ഇരുന്നിട്ട് പോണതും നിൽക്കണതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. നിൽക്കുമ്പോൾ പിന്നെ അങ്ങനെ ഫുൾ ടൈം വീട്ടിൽ തന്നെ ആണല്ലോ. അങ്ങനെ അപ്പോൾ മറ്റേ നിലാവത്തഴിച്ചിട്ട കോഴിയല്ലല്ലോ, അയ്യോ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതേപോലെ ആ ഒരു ബുദ്ധിമുട്ടിൽ ആൾ പോണേ. പിന്നെ ചേച്ചിക്ക് ആ വീട് ഭയങ്കര ഇഷ്ടമാട്ടോ, ചേട്ടൻ്റെ വീട്. ഇപ്പോൾ ചേച്ചിയുടെയും കൂടി വീട്. കാര്യം ചേച്ചി കസിൻസിൻ്റെ അടുത്ത് പോലും മാറി നിൽക്കാത്ത ആൾ. എപ്പോഴും വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഞാനും ഓർക്കും കല്യാണം കഴിഞ്ഞാൽ ചേച്ചിക്ക് വേറൊരു വീട് പൊരുത്തപ്പെടാൻ പറ്റുമോ. കാരണം അത്രയും ആളുടെ മുറി, ആളുടെ ബാത്റൂം, അങ്ങനത്തെ ഒരു ഇതുള്ള ഒരാളാണ്. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി എപ്പോഴും പറയും എനിക്ക് ഈ വീട് പോലെ തന്നെ ആ വീടും. അതൊരു ദൈവാനുഗ്രഹമായി, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടു പോയാനെന്ന്. കാരണം ചേച്ചിയുടെ സ്വഭാവത്തിന് ചേച്ചിക്ക് അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളായതുകൊണ്ട് എന്തായാലും അവർ ഹാപ്പി ആയിട്ട് വന്നു പോയി. അങ്ങനെ നല്ലൊരു ഞായറാഴ്ച വൈകുന്നേരം തുടങ്ങി രാത്രി വരെ നല്ലൊരു സമയമായിരുന്നു. ഭയങ്കര ഹാപ്പിയായി എല്ലാവരും. അപ്പൊ ചേച്ചി കുറച്ച് ദിവസം അടുപ്പിച്ചിവിടെ നിന്നിട്ട് പോയപ്പോൾ അവ ഇതൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, നാളെ വൈകുന്നേരം ജോലി ചെയ്ത് എത്തുകയാണ്. എല്ലാ മാസം 1-ാം തീയതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വന്നൊരു മേക്കപ്പ് ലുക്ക്. വേറെ ഇടയ്ക്ക് വെച്ച് മുഖം കഴുകി ഇടുക അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ട് റീഫ്രഷ് ആവൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഇതിലെങ്ങനെയുണ്ടെന്ന് അറിയില്ല. നേരിട്ട് എനിക്ക് ഒരു മാറ്റം അങ്ങനെ തോന്നിയില്ല. അങ്ങനെ തന്നെ ഇതായിട്ട് ഇരിക്കുന്നത്. പിന്നെ കൊതുക് കടിച്ചിട്ട് കുരുക്കൾ എനിക്ക് ഭയങ്കര പ്രശ്നമുള്ളതാണ്. ഒരു കൊതുക് കുത്തിയാൽ മതി, പിന്നെ അതിങ്ങനെ മാന്തി ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനുള്ള. അത് എനിക്ക് മാത്രമുള്ളൊരു ബുദ്ധിമുട്ടാണോ എന്നറിയില്ല. കൊതുകിൻ്റെ അലർജി, ഇൻഫെക്ഷൻ അല്ല, അലർജി ഭയങ്കരമായിട്ട് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മുഖമൊക്കെ കുറച്ച് ഇതായി തുടങ്ങി. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. നല്ലൊരു ദിവസം, എല്ലാവർക്കും നല്ല അടിപൊളി ദിവസങ്ങളാവട്ടെ ലൈഫിലെന്ന് ഇതാക്കുന്നത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ഉറക്കം വെച്ചിട്ട് വേറെ എന്തൊക്കെയോ പറയണേന്ന് കിട്ടണേ. നിങ്ങളുടെ അമ്മ ഇങ്ങനെയാണോ? 10-26 വയസ്സായ 2 വയസ്സുള്ള കുട്ടീനെ പോലെ ഓരോന്ന് പഠിപ്പിച്ച് ചെയ്തു തന്നെ. ഏത് വസ്ത്രം ഇടണം, എങ്ങനെ നടക്കണം, ഏത് ചെരുപ്പിടണം, എങ്ങനെ മുടി കെട്ടണം, പൊട്ട്, കമ്മല്, മാല, മോതിരം തുടങ്ങിയ സാധനങ്ങൾ, മുറി എങ്ങനെ രാവിലെ എണീറ്റ് പല്ല് തേക്കണം എന്ന് തുടങ്ങി കിടക്കുമ്പോൾ എങ്ങനെ പുതപ്പ് പുതയ്ക്കണമെന്ന് വരെ എൻ്റെ അമ്മ പറഞ്ഞു തരും. LKG കുട്ടിയാ ഇപ്പോഴും. അത് എന്താണ് കാണുന്ന മഞ്ജു അല്ല അമ്മേ. സത്യം ഒരു പ്രാപ്തി ഇല്ലാണ്ട് എൻ്റെ വീട്ടുകാരെന്നെ വളർത്തിയേക്കണേന്ന്. സ്പൂൺ ഫീഡിങ് എവിടെ? സ്പൂൺ ഫീഡിങ് ഇനി നാളെ തുടങ്ങി എല്ലാ പണിയും മഞ്ജുവിനെ കൊണ്ട് എടുപ്പിക്കാൻ പോണം. കുക്കിങ്ങും ഒക്കെ. എനിക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി തന്നെ. മറ്റേ യൂട്യൂബിൽ ഹാഷിർ എന്ന ആളുടെ ആപ്പ് ഭയങ്കര അടിപൊളി വീഡിയോസ്. അതിനകത്ത് പറയണ എനിക്ക് വണ്ടി ബുക്ക് ചെയ്യാനറിയോ, കടയിൽ പോയി ഒരു സാധനം വാങ്ങാനറിയോ, കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാരാ, നീയും മൊണ്ണ ഞാനും മൊണ്ണാന്ന് പറഞ്ഞാൽ ഒരു മൊണ്ണ പോലെ ജീവിച്ചോണ്ടിരിക്കണത്. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ്. ഗോഡ് ബ്ലെസ്.